ഹായ് ഹലോ, നമുക്കിന്നൊരു ചില്ലി സോസേജ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ സോസേജ് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ, സോയ സോസ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്തൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ടത് നന്നായിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ബൾബിൻ്റെ പോർഷനും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അതിലേക്ക് പിന്നെ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയനും ക്യാപ്സിക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇട്ടത്. നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് സോയ സോസും പിന്നെ ഗ്രീൻ ചില്ലി സോസുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനെഗർ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. നമ്മൾ സോസേജ് കൊണ്ട് പല റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. നല്ല രസമാണ്. എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോസസിൽ സോൾട്ട് ഉണ്ടാവും, സോ അത് നോക്കിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ചേക്കുന്ന സോസേജും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ റെസിപ്പിയും പിന്നെ ഒരു പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണേണ്ടവർ ചാനലൊന്ന് കയറി നോക്കൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിതൊരു സെമി ഗ്രേവി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. പിന്നെ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.